നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 710th day. Today 29th ശ്ലോക ഓഫ് പ്രഥമസ്കന്ധ 6th chapter. For details please see the description box. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 710ാം ദിവസം. പ്രഥമസ്കന്ധത്തിലെ 6ാം അധ്യായത്തിലെ 29ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പ്രധാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 6ാമത്തെ അധ്യായത്തിലെ 29ാമത്തെ ശ്ലോകം. പ്രായുജ്യമാനേ മൈതാം ശുദ്ധാം ഭാഗവതീം തനും ആരബ്ധകർമ്മ നിർവാണോ നിബദത് പാഞ്ചഭൗതിക. ഓം തത്സത്. പ്രായുജ്യമാനേ മൈതാം ശുദ്ധാം ഭാഗവതീം തനും ആരബ്ധകർമ്മ നിർവാണോ നിബദത് പാഞ്ചഭൗതിക. ഓം തത്സത്. പ്രായുജ്യമാനേ മയി താം ശുദ്ധാം ഭാഗവതീം തനും ആരബ്ധകർമ്മ നിർവാണ നിബദത് പാഞ്ചഭൗതിക. ഇങ്ങനെയാണ് പദം പിരിക്കേണ്ടത്. അധികം ചേർത്ത പദങ്ങളില്ല. പ്രായുജ്യമാനെ എന്ന് പറഞ്ഞാൽ പ്രയോഗിക്കുന്ന സമയത്തിൽ എന്നാണ് അർത്ഥം. മയി എന്നിൽ, താം തനും എന്നാണ് ചേർത്ത് വായിക്കും. താം തനും, ആ തനുവിനെ. താം എന്ന് പറഞ്ഞാൽ ആ തനുവിനെ, ശരീരത്തെ. ശുദ്ധമായിട്ടുള്ള നിർമ്മലമായിട്ടുള്ള ഭാഗവതി, ഭഗവാനെ സംബന്ധിച്ചായിരിക്കുന്ന ആരബ്ധകർമ്മ നിർവ്വാണം, ആരംഭിച്ചതായ കർമ്മത്തിൻ്റെ നിർവ്വാണത്തോടു കൂടിയായ പാഞ്ചഭൗതിക, പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള ദേഹം നിബദിച്ചു. അതായത് തൻ്റെ കർമ്മങ്ങൾ, ശരീരം പരിശുദ്ധമായ, ഈ ശരീരം നശിക്കുമ്പോൾ എനിക്ക് പരിശുദ്ധമായ പാർഷദ ശരീരം ലഭിക്കും എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ആ ശരീരി പറയുകയുണ്ടായി. അതുമാതിരി തന്നെ ഭഗവാൻ അരുൾ ചെയ്തതനുസരിച്ച് ഭഗവത് പാർഷദ ശരീരത്തെ എനിക്കായിട്ട് നൽകുവാൻ ഭഗവാൻ തീരുമാനിച്ച സമയത്തിൽ പ്രാരബ്ധം കൊണ്ടുണ്ടായ ഈ ശരീരം ഭൂമിയിൽ വീണു. അതായത് താൻ മരിച്ചു എന്ന് പറയുന്നതിന് പകരം ഇപ്രകാരം പഞ്ചഭൗതികമായി നിർമ്മിച്ചിട്ടുള്ള ഈ ശരീരം ഭൂമിയിൽ വീണു. ഞാനെന്ന് പറയുന്നത് ഈ ശരീരമല്ല, ആ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ആത്മാവാണ്. അതുകൊണ്ട് തന്നെ അതിന്, ആ ഭഗവാന്റെ പാർഷദനായിട്ടിരിക്കുന്ന അതിന് ഈ ശരീരം ആവശ്യമില്ല. അങ്ങനെ പഞ്ചഭൂതം കൊണ്ടുള്ള അശുദ്ധമായിട്ടുള്ള ഈ ശരീരം വീണു. കാലമെടുത്ത് ഭഗവാൻ എനിക്ക് പാർഷദ ശരീരം നൽകുവാൻ തീരുമാനിച്ച സമയത്ത്, അതായത് പാർഷദനായിട്ടുള്ള, വിഷ്ണു പാർഷദനായിട്ടുള്ളവർക്ക് ഇങ്ങനെ നാശമുള്ള ശരീരം ഉണ്ടാവുകയില്ല. നാശരഹിതമായിട്ടുള്ള കർമ്മം ചെയ്യുവാനായിട്ടുള്ള ഇങ്ങനെയുള്ളൊരു നമ്മുടെ പാഞ്ചഭൗതികമായിട്ടുള്ള ശരീരമല്ല ഉണ്ടായിരിക്കുക എന്നുകൂടി ഈ ശ്ലോകത്തിലൂടെ സൂചിപ്പിക്കുകയാണ്. തൻ്റെ കർമ്മങ്ങൾ അവസാനിച്ചപ്പോൾ, ഈ ശരീരം ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങൾ അവസാനിച്ചപ്പോൾ പരിശുദ്ധമായ പാർഷദ ശരീരം ലഭിക്കും എന്നുള്ള ഭഗവാൻ അരുൾ ചെയ്തതനുസരിച്ചിട്ട് അതിനായിട്ട് ഭഗവാൻ എന്നെ പാർഷദ ശരീരം നൽകാൻ തീരുമാനിച്ചപ്പോൾ ഈ ശരീരം പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള ഈ ശരീരം എന്ന് ശരീരത്തെ വിശേഷിപ്പിക്കുകയാണ്. വീണു.
അതായത് താൻ മരിച്ചു എന്ന് സാധാരണ നമ്മുടെ വാക്കിൽ ശ്രീ നാരദരായിട്ട് ജന്മമെടുത്ത നാരദരുടെ പൂർവ്വജന്മമായിട്ടുള്ള ആ ഭക്തനായിട്ടുള്ള ആ കുഞ്ഞ് കാലം ലോകം മുഴുവൻ ഭഗവാനെ പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ കാലം സമയമെടുത്തപ്പോൾ താൻ വീണു, തൻ്റെ ഈ ശരീരം വീണു എന്ന് പറയുകയാണ്. അതായത് താൻ മരിച്ചു, നമ്മുടെ വാക്കിൽ മരിച്ചു എന്ന് പറയാം. നാരദർ ഇവിടെ വ്യാസമുനിയോട് പറയുന്നത്, പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള എൻ്റെ ആ ശരീരം ഭഗവാൻ എനിക്ക് വിഷ്ണു പാർഷദ ശരീരം തരാൻ തീരുമാനിച്ചപ്പോൾ, വിഷ്ണു പാർഷദനായിട്ടുള്ള ശരീരത്തെ നൽകുവാൻ തീരുമാനിച്ചപ്പോൾ പ്രാരബ്ധ കർമ്മങ്ങൾ കൊണ്ടുള്ള ഈ പഞ്ചഭൂത ശരീരമായിട്ടുള്ള ഇത് വീണു എന്ന് പറയുകയാണ്. ഈ ശരീരത്തോടല്ല പാർഷദ ശരീരം എന്നുകൂടി മനസ്സിലാക്കുവാൻ കർമ്മം കൊണ്ട് ശുദ്ധമായ ഓം ശ്രീകൃഷ്ണായ ഭഗവാന്റെ പാർഷദനായിട്ടിരിക്കുന്നുള്ള ശരീരം കർമ്മം കൊണ്ടുണ്ടാകുന്നതല്ല എന്നുകൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. പ്രായുജ്യമാനേ മൈതാം ശുദ്ധാം ഭാഗവതീം തനും പ്രാരബ്ധകർമ്മ നിർവാണോ ന്യബദത് പഞ്ചഭൗതിക. ഓം തത്സത്. ആരബ്ധകർമ്മ നിർമ്മാണം എന്ന് പറഞ്ഞാൽ ആരംഭിച്ചതായ കർമ്മത്തിൻ്റെ നിർവ്വാണത്തോടു കൂടിയിട്ടുള്ളതായ ഈ ശരീരം എന്ന് സൂചിപ്പിക്കുകയാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഭഗവാന്റെ തൃക്കാക്ക് സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.